അതേസമയം പലരുടെയും പ്രായം 50-ന് മുകളിലാണ്. പട്ടികയിലുള്ള ചിലരുടെ ബന്ധുക്കൾ ഇക്കാര്യം സ്ഥിരീകരിച്ചു. हेलो हेलो हाँ जी नमस्कार मैं दिल्ली से कॉल कर रहा हूँ. सर हैव यू एवर विजिटेड सबरीमला? My mother and my sister's son. Sister son? Yes sir. Was there any women along with any ladies? Yes sir. My mother. Her age is? Sir? Age? 51 completed, 52 running. No 50, no one was there? No sir. My Aadhaar card is 50 completed and doctor certificated to 52. हेलो हेलो हाँ सर नमस्कार. நமஸ்காரம் சார், சொல்லுங்க சார். சார் நான் டெல்லியில கால் பண்றேன். சொல்லுங்க சார். சார் உங்களுக்கு சபரிமலை போயிருந்தா? ஆமா, சபரிமலை போயிருந்தேன் சார். லேடிஸ் யாரும் நீங்க கூட நாங்க கூட்டிட்டு வந்தோம் சார். நாங்க 52, 55 வயசுக்காரங்க லேடிஸ் தான் கூட்டிட்டு வந்தோம் சார். அச்சா 50 தாய் யாரும் இல்லையா? ஆமா, தாய்லாம் சின்னவங்க 50 வயசுக்கு கம்மிலாம் யாரும் இல்லைங்க சார். எத்தனை லேடிஸ்? 50 வயசுக்கு மேலதான் சார் 6 லேடிஸ் கூட்டிட்டு வந்தோம் சார். 50 கம்மி யாருமே இல்லைங்க சார். நாங்களே இங்க கழிச்சு விட்டுறோம் சார். எங்களை 50 வயசு கம்மியா இருக்கிற மாதிரி சொன்னாலும் நாங்களே வேணாம்னு சொல்லிடுறோம் സാർ. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ആരെയൊക്കെ ബന്ധപ്പെട്ടു? ഇവരെന്താണ് പറയുന്നത്? 50 വയസ്സിന് മുകളിലാണ് പ്രായം എന്നാണോ എല്ലാവരും പറയുന്നത്? തന്നെ ഈ 51 പട്ടികയിൽ ഏറെക്കുറെ ഒട്ടുമിക്ക ആൾക്കാരെയും നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ചിലരുടെ ഫോണുകൾ ലഭ്യമാകുന്നില്ല. അതൊഴിച്ചു കഴിഞ്ഞാൽ ഈ ബന്ധപ്പെട്ട ആൾക്കാർ ആരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ പ്രായം 50 വയസ്സിൽ താഴെയാണെന്ന് സ്ഥിരീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് ആധാർ കാർഡിൽ തന്നെ ഈ സർക്കാരിന്റെ രേഖകളിൽ ഈ പട്ടികയിലുള്ളത് 50 വയസ്സിൽ താഴെ എന്ന വയസ്സാണെങ്കിൽ പോലും ആധാർ കാർഡിൽ 52, 53 വയസ്സുകൾ ഉണ്ടെന്ന് 53 വയസ്സാണെന്നാണ് ഇവർ പറയുന്നത്. ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ അല്പം മുമ്പ് കേട്ട ടെലിഫോൺ സംഭാഷണത്തിൽ തന്നെ അക്കാര്യത്തിൽ അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. നമുക്ക് ഈ പട്ടികയിലുള്ള ചില പേരുകൾ നോക്കാം. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ നിന്നുള്ള കെ സുലോചന, 49 വയസ്സെന്നാണ് പട്ടികയിൽ പറയുന്ന ഒരു പേര്. ഇവരുടെ മകനാണ് ഫോൺ വിളിച്ചപ്പോൾ എടുത്തത്. അവർ പറഞ്ഞത് അവരുടെ അമ്മയും സഹോദരിയുമാണ് ഈ ശബരിമല പോയ സംഘത്തിനുണ്ടായിരുന്നത്. ഇരുവരുടെയും വയസ്സ് 51 കഴിഞ്ഞിട്ടുണ്ട്. ആധാറിൽ തന്നെ 51 കഴിഞ്ഞ് 52ാമത്തെ വയസ്സിലേക്ക് കടക്കുന്നു എന്നാണ് ആധാർ രേഖകൾ വെച്ച് നോക്കിയാൽ തന്നെ വയസ്സ് മനസ്സിലാക്കാൻ കഴിയുക. തമിഴ്നാട്ടിൽ നിന്നുള്ള 46 വയസ്സുള്ള വനറോജിയുടെ പേര് പട്ടികയിലുണ്ട്. അവർ ശബരിമലയിൽ പോയിട്ടേ ഇല്ലെന്നാണ് അവരുടെ ഭർത്താവ് ഫോൺ വിളിച്ചപ്പോൾ മറുപടി പറഞ്ഞത്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള പട്ടു മഹാമണി എന്നൊരു സ്ത്രീയുടെ പേര് ഉണ്ട്. അവർക്ക് 50-ന് താഴെയാണ് പ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അവരുടെ സംഘത്തിൽ പോയിരിക്കുന്ന ആൾക്കാർ പറയുന്നത് 55-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ മാത്രമാണ് അവരുടെ സംഘത്തിൽ ശബരിമല കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശിച്ചത് എന്നാണ്. ആ രീതിയിൽ മുഴുവൻ ഈ പട്ടികയിൽ പറയുന്ന ആൾക്കാരെല്ലാം സർക്കാരിന്റെ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മറുപടി നൽകുന്നത്. ആധാർ രേഖകൾ പരിശോധിച്ചോളൂ, അങ്ങനെയാണെങ്കിൽ പോലും 50-ൽ താഴെ വയസ്സുണ്ടെന്ന് തെളിയിക്കാൻ കഴിയില്ല. വിശ്വാസികളായതുകൊണ്ട് തന്നെ 50-ൽ താഴെയുള്ളവർ പോകില്ല എന്ന് മറുപടി നൽകിയവരും ഉണ്ട്. ഏതായാലും ഇനിയിപ്പോൾ സർക്കാർ തന്നെയാണ് വിശദീകരിക്കേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ പൊരുത്തക്കേടുകൾ വരുന്നു എന്ന കാര്യം. ഇതിൽ വലിയ വൈരുദ്ധ്യങ്ങൾ സർക്കാർ അവകാശപ്പെട്ട കാര്യത്തിലും അവരോട് സംസാരിക്കുമ്പോഴും ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് വസ്തുത. ശരി ഉണ്ണി.